കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് എക്കണോമിക് മോഡൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് എക്കണോമിക് മോഡലാണ്. അപ്പോൾ അതിൽ വരുന്ന മീനിങ്, മൈക്രോ എക്കണോമിക് മോഡൽ, മാക്രോ എക്കണോമിക് മോഡൽ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, എനി എക്കണോമിക് തിയറി ഈസ് നെസസറിലി ആൻ അബ്സ്ട്രാക്ഷൻ ഫ്രം ദി റിയൽ വേൾഡ്. നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന തിയറികളൊക്കെ റിയൽ വേൾഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിയൽ വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ളതാണ്, അതായത് സങ്കീർണമായതാണ്. അതൊന്നും അതേപടി എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വിവരിക്കാനോ ഒന്നും തിയറിയിലൂടെ കഴിയണമെന്നില്ല. അപ്പോൾ എക്കണോമിക്സുകൾ എന്ത് ചെയ്യും? എക്കണോമിക് ഈവൻസിനെ സിമ്പിളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മോഡൽ ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, so they work with simplified picture of reality. Such a deliberately simplified representation of real world is called an economic model. അപ്പോൾ നമ്മൾ റിയൽ വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിംപ്ലിഫൈഡ് വേർഷനിലൂടെയാണ്. ഓക്കെ, അത്തരത്തിലുള്ള മോഡലിനെയാണ് എന്ത് പറയുന്നത്? റിയൽ വേൾഡിൻ്റെ റെപ്രസെൻറ്റേഷനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു ലൈൻ എന്ന് പറയുന്നത്, സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ വേൾഡ് ഈസ് കോൾഡ് ആൻ എക്കണോമിക് മോഡൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മീനിങ് ആണ്. മീനിങ് എന്താ നോക്കാം. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മീനിങ് ഓഫ് എക്കണോമിക് മോഡൽ. ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻ എക്കണോമിക് മോഡൽ ഈസ് ആൻ ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ഫങ്ഷനിങ് ഓഫ് ആൻ എക്കണോമിക് ഐഡൻറ്റിറ്റി അണ്ടർ എ സെറ്റ് ഓഫ് അസംഷൻസ് ഫ്രം വിച്ച് എ കൺക്ലൂഷൻ ഓർ എ സെറ്റ് ഓഫ് കൺക്ലൂഷൻ ഈസ് ലോജിക്കലി ഡിറൈവ്ഡ്. ഇപ്പോൾ ഒരു എക്കണോമിക് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഒരുപാട് അസംഷൻസ് ഉണ്ടെങ്കിൽ ആ അസംഷൻ്റെ ബേസിലായിരിക്കും ഒരു എക്കണോമിക് ഐഡൻറ്റിറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്കണോമിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ആവാം, സിംഗിൾ ഇൻഡസ്ട്രി ആവാം, റീജിയൻ ആവാം, ആൻ എക്കോണമി ഓർ ദി വേൾഡ് ആസ് എ ഹോൾ. An economic model is used to explain the theoretical principles of economics. As a matter of fact, economic model is a simplified representation of economic reality showing the interrelationship between selected economic variables. അപ്പോൾ വേറൊരു ഡെഫിനേഷൻ പറയാം. എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എക്കണോമിക് റിയാലിറ്റി ഷോയിങ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെലക്റ്റഡ് എക്കണോമിക് വേരിയബിൾ. അപ്പോൾ ഏതെങ്കിലും എക്കണോമിക് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന എക്കണോമിക് റിയാലിറ്റിയുടെ റെപ്രസെൻറ്റേഷനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. ദ എക്സ്പ്രഷൻ ഓഫ് എ മോഡൽ മേ ബി ഇൻ ദ ഫോം ഓഫ് വേർഡ്സ്, ഡയഗ്രാംസ് ഓർ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഓഡിയൻസ് ആൻഡ് ദ പോയിൻ്റ് ഓഫ് ദി മോഡൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ വേർഡ്സിലൂടെ ആവാം, ഡയഗ്രത്തിലൂടെ ആവാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൂടെ ഒക്കെ ആവാം. ഇനി ഇവിടെ രണ്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. According to Ackley Garner, economic model consists of set of economic function relationship and in each function relation there is at least one variable. എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്നത് ഒരു എക്കണോമിക് ഫങ്ഷൻ റിലേഷൻഷിപ്പാണ്. അതൊരു എക്കണോമിക് ഫങ്ഷണൽ റിലേഷൻഷിപ്പിൻ്റെ സെറ്റാണ്. ആ ഫങ്ഷൻ റിലേഷനിൽ ഒരു വേരിയബിളെങ്കിലും ഉണ്ടായിരിക്കും. മാക് ഡൗഗലിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്, എക്കണോമിക് മോഡൽ റെപ്രസെൻറ്റ്സ് ആൻ എക്കണോമിക് റിയാലിറ്റി. എക്കണോമിക് മോഡൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്കണോമിക് റിയാലിറ്റീനെയാണ് എന്നാണ്. ഓക്കെ, ഇനി നമുക്കറിയാം എക്കണോമിക് മോഡലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണമായിട്ടാണ്. അതായത് മൈക്രോ എക്കണോമിക് മോഡൽ എന്നും അതേപോലെ തന്നെ മാക്രോ എക്കണോമിക് മോഡൽ എന്നും. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക് മോഡലാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. മൈക്രോ എക്കണോമിക് മോഡൽ സ്റ്റഡി ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ദി എക്കോണമി ലൈക്ക് കൺസ്യൂമർ, ഫേംസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് മൈക്രോ എക്കണോമിക്സ് അറിയാം. മൈക്രോ എക്കണോമിക്സിലെ വേരിയബിൾ എന്താണെന്ന് അറിയാം, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടുള്ള കൺസ്യൂമർ, ഫേംസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. It deals with the study of the working of the firm, behavior of the consumer and determination of price of goods. അപ്പോൾ ഈ ഒരു മൈക്രോ എക്കണോമിക് മോഡൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ പഠിക്കുന്നത്? ഫേം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് മൈക്രോ എക്കണോമിക് മോഡലിൽ വരുന്നത്. In this model, we see the consumer demand model, model of demand, model of supply and model of equilibrium. Okay, next വരുന്നത് മാക്രോ എക്കണോമിക് മോഡലാണ്.
നമുക്കറിയാം മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ ആഗ്രിഗേറ്റ് കൺസംഷനും ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നാഷണൽ ഇൻകം ആൻഡ് ജനറൽ പ്രൈസ് ലെവലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക് മോഡലിൽ വരുന്നത്. ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദി വർക്കിംഗ് ഓഫ് ദി ഹോൾ എക്കോണമി ആൻഡ് മോസ്റ്റ്ലി എംപ്ലോയ്ഡ് ഇൻ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ ഒരു എക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ എക്കണോമിക് മോഡൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിന് അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, മൈക്രോ എക്കണോമിക് മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ എക്കണോമിക് മോഡൽ മാക്രോ എക്കണോമിക് മോഡൽ പോലെ തന്നെ എക്കണോമിക് മോഡലിന് വേറെ 2 കാറ്റഗറീസും കൂടെ ഉണ്ട്. അതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം മോഡലും ജനറൽ ഇക്വിലിബ്രിയം മോഡലും. അപ്പോൾ പാർഷ്യൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന് പറഞ്ഞാൽ ആ മോഡലിൽ 2 അതിലധികമോ വേരിയബിൾസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള വേരിയബിൾസൊക്കെ എന്ത് ചെയ്യും, ഫിക്സഡ് ആക്കിയിട്ട് നിർത്തും. എന്നിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന് പറയുന്നത്. ഈ ജനറൽ ഇക്വിലിബ്രിയം മോഡലാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൾ ദി വേരിയബിൾസ് ഓഫ് ദി എക്കോണമി. ഒരു എക്കോണമിയിലെ എല്ലാ വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇൻ ദ മാർക്കറ്റ് മോഡൽ വി വിൽ ഒബ്സർവ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ്, ദ സപ്ലൈ ഓഫ് ഗുഡ്, ദ ഡിമാൻഡ് ഓഫ് മെനി ഗുഡ്സ് ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ ഗുഡ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതേപോലെ അതിൻ്റെ സപ്ലൈ, ദ ഡിമാൻഡ് ഓഫ് മെനി ഗുഡ്സ് ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ ഗുഡ്. ഒരു പെർട്ടിക്കുലർ ഗുഡ് എടുക്കുകയാണെന്ന്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ. ജനറൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിലെ എല്ലാ വേരിയബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറൽ ഇക്വിലിബ്രിയം മോഡലിൽ ഒരു എക്കോണമിയിലെ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് മാർക്കറ്റ് മോഡലാണ്. അപ്പോൾ മാർക്കറ്റ് മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് നോക്കും, അതേപോലെ ആ കമ്മോഡിറ്റിയുടെ സപ്ലൈ നോക്കും, ദെൻ ആ കമ്മോഡിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കിയുള്ള വരുന്ന ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ നോക്കും. ഡിമാൻഡ് ഓഫ് മെനി ഗുഡ്സ്, അതായത് വേറെ കമ്മോഡിറ്റീൻ്റെ ഡിമാൻഡൊക്കെ ഒരു സാധനത്തിന് അഫക്റ്റ് ചെയ്യാം. ഓക്കെ, ദി സിറ്റുവേഷൻ വിൽ റെപ്രസെൻറ്റ് എ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ. ഇപ്പോൾ 2 കാറ്റഗറീസ് കൂടെ വരുന്നുണ്ട്, പാർഷ്യൽ ഇക്വിലിബ്രിയം മോഡലും ജനറൽ ഇക്വിലിബ്രിയം മോഡലും. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, then derivation of economic model. So there are 2 methods to derive the economic model. The first one is deductive method, then second is inductive method. ഇപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡിൽ പറയുന്നത് നമ്മുടെ ഓർഡിനറി ലൈഫിൽ നിന്ന്, നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂട്ട് ഇൻ ഫാക്റ്റ് ഓഫ് ലൈഫിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഡക്ഷൻ മെത്തേഡാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻകത്തിനെയാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷനെ ഇൻക്രീസ് ചെയ്യും, പക്ഷേ സെയിം പ്രൊപ്പോർഷനിലല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് നോക്കി നമ്മൾ എടുത്തിട്ടുള്ള ഡിറൈവ് ചെയ്തിട്ടുള്ള കൺക്ലൂഷനാണ്. അത്തരത്തിലുള്ള മെത്തേഡിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ലോ ഇസ് ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക് ഫാക്റ്റ് ഓഫ് ലൈഫ്. ഫാക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലോ ഡിറൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. The facts are selected and statistical data is collected regarding the selected facts. So നമ്മൾ ഫാക്ട്സുകൾ സെലക്ട് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യും, അത് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, after the analysis of data, a conclusion is finding, and on the basis of such special result we form an ordinary law. ആ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ലോ നിർമ്മിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ 2 മെത്തേഡുണ്ട്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഒന്ന് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ റൂട്ടീനിൽ നമ്മൾ ലൈഫിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, നമ്മുടെ റൂട്ടീൻ ഓഫ് ഫാക്റ്റ് ഓഫ് ലൈഫിൽ എന്താ വരുന്നത്, അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റീവ് മെത്തേഡും. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫാക്ട്സുകൾ സെലക്ട് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് അനാലൈസിസ് നടത്തിയിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു, അതിന് ഒരു ഓർഡിനറി ലോ നിർമ്മിക്കുന്നു. ഓക്കെ, അത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എക്കണോമിക് മോഡൽ, മീനിങ്, മൈക്രോ എക്കണോമിക് മോഡൽ, മാക്രോ എക്കണോമിക് മോഡൽ, പാർഷ്യൽ ഇക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം മോഡൽ, ഡെറിവേഷൻ ഓഫ് എക്കണോമിക് മോഡലിൽ ഡിഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.